കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ വിഷയം പോലെ തന്നെ ഒരു സംഘടനയുടെ വാർത്ത മാധ്യമങ്ങളിലെല്ലാം പരക്കുന്നുണ്ട്. അമ്മ എന്ന സംഘടനയിലെ വാർത്തയാണ് പരക്കുന്നത്. സ്ത്രീകൾ തന്നെ തലപ്പത്ത് വരണമെന്ന് പറഞ്ഞിട്ട് അവരെ തന്നെ പിടിച്ചിരുത്തി അവർ തന്നെ ഇപ്പോൾ അതിനകത്ത് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ വന്നാൽ എല്ലാം നന്നാവുമെന്നും അവർക്കെതിരെ പ്രവർത്തിക്കുമെന്നും ഒക്കെ പറഞ്ഞാണ് സ്ത്രീകളെ തന്നെ അതിന്റെ തലപ്പത്ത് കൊണ്ടിരുത്തിയത്. പക്ഷെ ഇപ്പോൾ അവർ തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് പ്രാതിനിധ്യവും തുല്യതയും പ്രഖ്യാപിച്ചാണ് പുതിയ ഒരു കമ്മിറ്റി അമ്മയിൽ രൂപം കൊണ്ടത്. പക്ഷേ സിനിമാ നടൻ കൃഷ്ണ എന്ന് പറഞ്ഞതുപോലെ എന്തോ എവിടേക്കോ ചീനി നാറുന്നുണ്ട് എന്നുള്ള ഒരവസ്ഥയാണ് ഈ അമ്മ എന്ന സംഘടനയിൽ നടക്കുന്നത്. ഇത് പ്രധാനമായിട്ടും 3 ഗ്രൂപ്പുകളിലുള്ള ഒരു ഉൾപ്പോരാണ്. 3 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഉൾപ്പോര്. അതായത് ഇന്ന് വാർത്തകളിൽ നീനാക്കുറുപ്പ് കരഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് തനിക്കെതിരെ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്, അവരെ എക്സ്പോസ് ചെയ്യാൻ ഇപ്പോൾ അമ്മ സംഘടന ആവശ്യപ്പെട്ടാൽ അത് ചെയ്യുകയും ചെയ്യും. സാമ്പത്തികപരമായി മാത്രമല്ല, ഇതിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലും ആൾക്കാരെ കുറ്റം പറയുന്നവർ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുന്നവർ എല്ലാം ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുവരുന്നതാണ്. ഇപ്പോൾ അവിടുന്ന് ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ച അൻസിബ ഹസനെ ജിഹാദി എന്നാണ് ഈ ടിനി ടോം എന്ന് വിളിച്ചെന്നുള്ള ആണ് ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വാദം. ടിനി ടോം കൂടാതെ ജാതീയതയും അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജിഹാദി എന്ന് വിളിച്ച മറ്റൊരാൾ കൂടെ ഉണ്ട് എന്ന് ഇപ്പോൾ ഒരു പുതിയൊരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉഷ ഹസീന അവരാണ് ഇതുപോലത്തെ വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ കുക്കു പരമേശ്വരൻ, ശ്വേത മേനോൻ, പിന്നെ ജോയ് മാത്യു അതുപോലുള്ള സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെയുള്ള ഒരു 3 ടയേഴ്സിൽപ്പെട്ട ഓരോ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഉൾപ്പോരാണ് ഈ അമ്മയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത്. കുടുംബ സംഗമത്തിന് വേണ്ടി ഇവര് ഈ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വഴക്കുകൾ തുടങ്ങിയെന്നാണ് പറയുന്നത്. അതിനെ അൻസിബ എതിർത്തെന്നും, അതായത് വെണ്ണല ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിൽ അൻസിബ അതിനെ എതിർത്തിരുന്നു. കാരണം മറ്റൊരു സാമുദായിക സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു അസോസിയേഷന്റെയോ പിന്തുണയോടെ ഈ ഒരു അമ്മ എന്നുള്ള സംഘടന പ്രവർത്തിക്കരുത് എന്നുള്ള കാലങ്ങളായിട്ടുള്ള ഒരു ബൈലോയാണ് അല്ലെങ്കിൽ അതിൽ എഴുതിപ്പെട്ട ലിഖിതമായ നിയമമാണ് ഈ അൻസിബ ഉയർത്തി കാണിച്ചത്. അപ്പോൾ അതിനെതിരെയാവാം ഒരു പക്ഷേ ടിനി ടോം എന്താ പറയാ ഒരു മതവുമായി ബന്ധപ്പെടുത്തിയ ആ ഒരു ജിഹാദി എന്നുള്ളൊരു വാക്കോടെ പുറത്തേക്ക് വന്നത്. എന്നിട്ട് ആ സ്പോൺസർഷിപ്പ് തുടരുകയും ആ സംഗമം നടത്തുകയും പിന്നീട് ആ സംഗമത്തിൽ അവരുടെ പരസ്യം, ഈ ക്ഷേത്രത്തിന്റെ പരസ്യം അധികമായിട്ട് ഉയർത്തിക്കാട്ടിയില്ല എന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവർ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കി പൈസ കൊടുക്കാനുമുണ്ട്. ഒരു 30 ലക്ഷം എങ്ങാണ്ട് മാത്രമാണ് ഈ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഇനി 45 ലക്ഷത്തോളം കൊടുക്കാനുമുണ്ട്. അതായത് ആ ഒരു കൊടുത്ത തുകയിൽ തന്നെ ഈ ടെക്നിക്കാലിറ്റീസ് അതുപോലത്തെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വകയിരുത്തിയതിൽ നിന്ന് കൂടുതൽ തുക ഈ കമ്മിറ്റിയിലുള്ളവർ തന്നെ വെട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് പച്ചപരമാർത്ഥമാണ്. ഇപ്പോൾ എന്താണ് നമ്മുടെ ഒരു സാധാരണ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ടികളിൽ ഇതുപോലൊരു തട്ടിപ്പ് സ്വാഭാവികമെന്ന് നമുക്ക് പറയാം. ഇതിപ്പോൾ ഒരു താരസംഘടനയിൽ ഇതുപോലെ ഒരു കാര്യം നടക്കുക, അല്ലെങ്കിൽ സാമ്പത്തികപരമായ തിരിമറികളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തർക്കങ്ങളും ഈ ജാതിപരമായ അധിക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് ഇതിനെക്കുറിച്ച് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ വഴക്കിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ മാസം ആദ്യമാണ്. അമ്മ ഓഫീസിലെ ജീവനക്കാരി അവരിറങ്ങി പോവുകയും പോലീസിൽ പരാതി കൊടുക്കുകയും തൊഴിൽ പീഡനം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. അതിന്റെ തുടക്കം മുതലാണ് ഇത് തുടങ്ങുന്നത്. അതിനുശേഷം അൻസിബ രാജിവെക്കുകയും അത് തിരക്ക് കാരണമാണെന്ന് ശ്വേതാ മേനോൻ പറയുകയും അതിന് പിന്നാലെ വന്ന പ്രശ്നങ്ങളാണ് ഇപ്പൊ ഇത്രയും വലുതായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഓഫീസ് ജീവനക്കാരെ രാജിവെച്ചതും ഈ അൻസിബ രാജിവെച്ചതും തമ്മിൽ യാതൊരു വിധ ബന്ധവുമില്ല. അതിന്റെ അരികിലൂടെ അല്ലെങ്കിൽ അതിന്റെ ഒരു മറുവശത്തോടെയാണ് ഇതുപോലെ ഓരോ അപവാദങ്ങളും വന്നു തുടങ്ങിയത്. ഇപ്പോൾ ടിനി ടോമിൻ്റെ ആക്ഷേപമായാലും ഇപ്പോൾ ലക്ഷ്മിപ്രിയയുടെ ആക്ഷേപമായാലും ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. ഈ കാലങ്ങളായിട്ട് ഒരുപാട് നാളുകളായി മീറ്റിങ്ങുകൾ നടക്കുന്നില്ല. ഇപ്പോൾ ഉടനെ മീറ്റിംഗ് നടക്കും, അതിലെല്ലാ ജനറൽ ബോഡിയിൽ മീറ്റിങ്ങിൽ എല്ലാ കാര്യങ്ങളും പരാതിയെല്ലാം പറയാം എന്നുള്ളൊരു രീതിയിലിരുന്ന അൻസിബ ഹസൻ ഒടുവിൽ ഗത്യന്തരമില്ലാതെ രാജിവെച്ച് പോവുകയായിരുന്നു. അത് ഈ തൊഴിൽ പീഡനം വന്നോ അല്ലെങ്കിൽ ആ ഒരു ജീവനക്കാരിയുടെ രാജിക്കോ യാതൊരു വിധ ബന്ധവുമില്ല. ഇതിനുള്ള ഒരു ഇന്റേണൽ
ആയിട്ടുള്ള ഒരു തർക്കത്തിന്റെ ഫലമായിട്ടാണ് ഈ അൻസിബയുടെ രാജിയും തുറന്നു പറച്ചിലും കൂടാതെ ഓരോ ദിവസങ്ങളായി പുറത്തേക്ക് വരുന്ന വിവാദങ്ങളും. ടിനി ടോമി എന്നെ ഈ അൻസിബ രാജിവെച്ച സമയത്ത് പറഞ്ഞിരുന്നു അൻസിബയ്ക്ക് നേരെ ഓരോ ടീമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അൻസിബ ഇപ്പൊ തിരിച്ചു പറയുകയാണ് ടിനി ടോമാണ് ഇതിനെല്ലാം കാരണമെന്നും. അയ്യോ പാവമായിട്ടാണ് ടിനി ടോമിന്റെ ആ ഒരു പ്രസ്താവന ഇറക്കിയത്. ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം, അല്ലെങ്കിൽ പറയാതിരിക്കാം. അദ്ദേഹത്തിന്റെ മകൻ കഞ്ചാവ് കേസിൽ കുടുങ്ങിയപ്പോൾ ഈ ഇതേപോലെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് ഫാക്ടർ വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രതിസ്ഥാനത്ത്, അതായത് ഈ അൻസിബയ്ക്കെതിരെയുള്ള വർഗീയ പരാമർശങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾക്ക് ടിനി ടോമിനെ പ്രതിസ്ഥാനത്ത് തന്നെ നിർത്തേണ്ടി വരും. ടിനി ടോമിന്റെ കൂടെ ഈ ലക്ഷ്മിപ്രിയയെ കുറിച്ചാണ് ഈ നീനാക്കുറുപ്പ് ചാനലുകളിൽ കരഞ്ഞ് ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. ഇവർക്കിടയിൽ ഈ വഴക്ക് സ്ഥിരമാവുന്നത് കൊണ്ടാണ് സ്ഥാനം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മുതിർന്ന നടന്മാരായാലും ഇവരൊന്നും തിരിഞ്ഞു നോക്കാത്തത് ഇതുകൊണ്ടായിരിക്കും. അവരൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ട് പോലും ഇല്ല ഈ കാര്യങ്ങളിൽ. അല്ലാതെ വേറെ മാലാ പാർവതി അവര് പറയുന്നത് അവരിതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ അകത്ത് എന്തെങ്കിലും നടക്കുന്നത് അവർ ന്യൂസിലൂടെയാണ് അറിയുന്നത്. ആ മെമ്പർഷിപ്പ് ഉള്ള വ്യക്തിയാണ്, അവര് ഒന്നും അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ശ്വേതാ മേനോനും എല്ലാം അറിയണമെന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഈ സോക്കോൾഡ് ഫെമിനിസ്റ്റുകളായ ഈ റിമ കല്ലിങ്കൽ അല്ലെങ്കിൽ പാർവതി തിരുവോത്ത്, നമ്മുടെ രമ്യ നമ്പീശൻ, ഇതുപോലുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ ഈ ഒരു തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ട് രാജിവെച്ചു പോയ പെൺകുട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ഒരു അധിക്ഷേപിച്ചതിന്റെ പേരിൽ രാജിവെച്ച അൻസിബ ഹസന് വേണ്ടിയോ രംഗത്ത് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു മറ്റൊരു ഫാക്ടറാണ്. അവർ മറ്റൊരു പാരലൽ യൂണിവേഴ്സിലൂടെ മറ്റൊരു ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അപമാനിച്ചില്ല, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ പേരിൽ അവരൊരു പ്രസ് മീറ്റ് വിളിക്കുന്നു. അതിൽ തുടങ്ങി അവരെ മുഖം ഫെയിം ആവുന്ന രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനം നടക്കുന്ന, അല്ലെങ്കിൽ പ്രസ്താവന പറയുന്നതല്ലാതെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ ഈ സോക്കോൾഡ് ഫെമിനിസ്റ്റുകളൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. അവർക്ക് അവരുടേതായ കുറച്ച് പേര് കാണും, അവരെ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റുള്ളവർക്ക് അതുപോലെയാണ്. അതിൻ്റെ അകത്ത് ഫുൾ നടക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ ടീമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നതായാലും എന്തായാലും. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ, ശ്വേതാ മേനോൻ, കുക്കു പരമേശ്വരൻ, അവരെല്ലാം ഈ 2-3 പേര് വെച്ചുള്ള ഓരോ ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് മറ്റൊരു ഗ്രൂപ്പിനെ ആക്രമിക്കുക എന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ നടന്നു വരുന്നത്. ഇപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഈ സീനിയർ നടന്മാർക്ക് അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആക്ടർമാർ, മുമ്പ് ഭാരവാഹികളായിരുന്നവർ, ഈ ബാബുരാജിനെ പോലെയുള്ളവർ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടാൽ ഒരു പക്ഷേ ഈ ഒരു പ്രശ്നം അവരുടെ നേരിലേക്ക് ചാരും. അവർക്കിത് ആ ഒരു ഭാവിയിൽ അവർക്കൊരു ഇഷ്യൂ ആകും. അതുകൊണ്ടായിരിക്കും അവരെ ഈ ഒരു നാറിയ പ്രശ്നത്തിന് ഇടപെടാതിരിക്കുന്നത്. ഈ സാമ്പത്തിക പ്രശ്നം പറയുമ്പോൾ മുൻപ് ട്രഷററായിരുന്ന ഇടവേള ബാബു, അദ്ദേഹം ഒരു ബൾബ് വാങ്ങുമ്പോൾ പോലും അതിന് കണക്കെഴുതി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് വലിയ അഴിമതിയാണെന്നൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമാ മേഖലയിലുള്ള താരങ്ങളുടെ ഒരു ക്ഷേമത്തിനും അല്ലെങ്കിൽ അവരുടെ കൂട്ടായ പ്രവർത്തനത്തിനും വേണ്ടിയാണ് അമ്മ എന്നൊരു താരസംഘടന രൂപം കൊണ്ടത്. പക്ഷെ ഇപ്പോൾ അമ്മ എന്നുള്ള ഒരു സംഘടന ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, 2-3 സ്ത്രീകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളൊരു ലെവലില്ലേ, അതുപോലെ ഒരു ലോ ലെവലിലേക്ക് കുത്തനെ ഇടിഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ അമ്മ എന്നൊരു സംഘടനയ്ക്ക്. അത് ആ ഒരു നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ് ഈ അമ്മ എന്ന സംഘടന. ഇപ്പോൾ ആ ഒരു അമ്മ എന്ന സംഘടനയെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്ന ഈ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഫെയിം പോലും ഇല്ലാത്ത കുറച്ച് താരങ്ങൾ അവരുടെ ഈഗോയ്ക്ക് വേണ്ടിയാണ് ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഈഗോയ്ക്ക് വേണ്ടി മാത്രമല്ല, അവരുടേതായിട്ടുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും അവരോരോ കാര്യങ്ങൾ, ഓരോ EMI അതുപോലത്തെ കാര്യങ്ങളെല്ലാം പെൻഡിങ് വെച്ച് ആ ഒരു പെൻഡിങ് അത് വകയിരുത്താൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഒരു ഈവന്റ് സംഘടിപ്പിക്കുന്നതും അതിൽ നിന്ന് തന്നെ ഈ തിരിമറി നടത്തുന്നതും. ഇതിലൂടെ എല്ലാം ഈ ന്യായമായിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട ഒരു താരങ്ങളുണ്ടല്ലോ, അവരുടേതായിട്ടുള്ള അവസരങ്ങളും അവരുടേതായിട്ടുള്ള ഒരു പ്രതീക്ഷകളുമാണ് ഈ ഒരു തിരിമറിയിലൂടെ ഒരു തട്ടിത്തെറിച്ച് പോകുന്നത്.